ഹായ് എവറി വൺ. ഇന്ന് ന്യൂ ഇയറിൻ്റെ തലേന്ന് ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹമാണ് ഒരു റെസ്റ്റോറൻറ്റിൽ പോയിട്ട് കുറച്ച് ഐറ്റംസ് ഒക്കെ കഴിക്കണം എന്നുള്ളത്. ഇവിടെ അടുത്ത് തുടങ്ങിയ ഒരു പുതിയ റെസ്റ്റോറൻ്റാണ്. അവിടേക്കാണ് ഈ പോകുന്നത്. ഇത് ചെമ്മാട് ടൗണാണ്. ചെമ്മാട് ടൗൺ കടന്ന് തിരുവങ്ങാടി എത്തണം ഈ ഒരു റെസ്റ്റോറൻറ്റ്. ഞങ്ങൾ അങ്ങോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം നല്ല ട്രാഫിക് ഉണ്ട്, കാര്യം ന്യൂ ഇയർ ആയതുകൊണ്ട് തന്നെ. ഇതാണ് ആ റെസ്റ്റോറൻറ്റ്, ഒറൈസ് റെസ്റ്റോ കഫേ എന്ന് പറയും. നല്ലൊരു ആംബിയൻസ്, നല്ല നീറ്റായിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് കടന്നു. ഉള്ളിലാണെങ്കിൽ അതിലേറെ നല്ല നീറ്റായിട്ട് അവർ വെച്ചിട്ടുണ്ട്. ആ ഒരു കളർ കോമ്പിനേഷൻ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. വൈറ്റ് ആൻഡ് ടീൽ ബ്ലൂ ആണ് തോന്നുന്നു. വളരെ നീറ്റായിട്ടുണ്ട്. പിന്നെ അവർക്ക് ഭയങ്കര ഒരു ബ്രാഞ്ച് ഉണ്ട്. അവരുടെ മെയിൻ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ അവരുടെ സ്പെഷ്യൽ ഐറ്റം എന്ന് പറയുന്നത് കേക്കാണ്. അതുപോലെ തന്നെ ആളുകളൊക്കെ ഇതാ എത്തി തുടങ്ങിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല തിരക്കായി. വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെയാണ് തിരക്കൊക്കെ വന്നത്. അത്യാവശ്യം നല്ല തിരക്കുള്ള ഒരു റെസ്റ്റോറൻറ്റ് തന്നെയാണ് കേട്ടോ. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ എങ്ങും കാണാത്ത ഒരു ഇത് എന്ന് പറഞ്ഞാൽ ചാറ്റിൻ്റെ ഒരു കോർണർ ഇവിടെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാ ഐറ്റംസും ഇവിടെ കിട്ടും. പിന്നെ ഞങ്ങൾ ഓർഡർ ചെയ്തത് ലൈം, അതായത് ജിഞ്ചർ മിൻറ്റ് ലൈമും അതേപോലെ തന്നെ പാനിപൂരി ഓർഡർ ചെയ്തു. ഇത് ബേസിൽ പെസ്റ്റോ സോസ് എന്ന് പറയുന്ന ഒരു വൈറ്റ് സോസിന് പകരം ഗ്രീൻ സോസുള്ളൊരു ഇറ്റാലിയൻ പാസ്തയാണ്. ആ ഒരു ഗ്രീൻ ആകുമ്പോൾ തന്നെ നമ്മളുടെ ഒരു മല്ലിച്ചപ്പിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റാണ് വരുന്നത്. നന്നായിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഇത് അധികം ഞങ്ങളുടെ ഈ ഒരു പ്ലേസിൽ, പിന്നെ കാലിക്കറ്റൊക്കെ ഉണ്ടെങ്കിലും ഇങ്ങനെയുള്ള വെസ്റ്റേൺ ഐറ്റംസ് ഒക്കെ വളരെ കുറവാണ്. ഇവിടെ വന്നതുകൊണ്ട് വളരെ ഹാപ്പി. പിന്നെ അത് നോർമൽ എല്ലായിടത്തും അവൈലബിൾ ആയിട്ടുള്ള നമ്മുടെ പെരി ചിക്കനാണ്. അതും ഞങ്ങൾ ഓർഡർ ചെയ്തു, കഴിച്ച് ഇറങ്ങാൻ നേരത്തത് കണ്ടില്ലേ, ക്രിസ്മസ് ന്യൂ ഇയറിൻ്റെ ഒക്കെ ഒരു ഡെക്കറേഷൻ ഒക്കെ അവർ വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. കേക്ക് ഇവിടെ ബർത്ത്ഡേ ഒക്കെ ഇവിടെ സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. ഞങ്ങൾ കേക്ക് കഴിക്കാൻ നിന്നില്ല, അവരുടെ ഒരു വെറൈറ്റി കേക്കാന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഇത് ഞങ്ങൾ ദഹിപൂരി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അവരുടെ പാർസല് വളരെ നീറ്റായിട്ടുള്ള പാർസലാണ്. വളരെ ടൈറ്റായി, വളരെ പക്കാ നീറ്റായിട്ടുള്ളൊരു അറേഞ്ച്മെൻ്റാണ്. അവരുടെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ വളരെ നീറ്റാണ്. ഇതാ ഞങ്ങളൊരു പൂരി എടുത്ത് അതിലേക്ക് ഇച്ചിരി മിക്സ് ചെയ്ത്, എന്നിട്ട് ലസ്സി തന്നെയാണ്, അതായത് ഇച്ചിരി സ്വീറ്റായിട്ടുള്ള തൈരിൽ ഇച്ചിരി പഞ്ചസാര ഷുഗറൊക്കെ ആഡ് ചെയ്തിട്ടുള്ള ലസ്സി. ഇതിൻ്റെ എനിക്ക് നെയിം അറിയില്ല, പക്ഷേ ഇത് സ്വീറ്റ് ആൻഡ് നല്ല പുളിപ്പുള്ളൊരു ഇതുണ്ട്, നല്ല ടേസ്റ്റാണ്. പിന്നെ ഇത് ചില്ലി സോസ് ഇത് ആഡ് ചെയ്ത് അങ്ങനെ കഴിക്കുവാണ്. അമേസിങ്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അമേസിങ്. പൊതുവേ എനിക്ക് അങ്ങനെ ചാറ്റും കാര്യങ്ങളും വലിയ ഇഷ്ടമാണ്, അതുകൊണ്ട് തന്നെ സൂപ്പറായിരുന്നു കേട്ടോ. ഇനി അതിൽ ഉള്ള ഒരു ചില്ലി, എനിക്കിതിൻ്റെ ചില്ലി സോസ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് നല്ല എരിവൊക്കെ ഉണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ ഒരു സംഭവം, പേരറിയാത്ത ഈ ഒരു സംഭവം എനിക്ക് നല്ല ഇഷ്ടമാണ്. വളരെ സ്വീറ്റായിട്ടുള്ള നല്ല പുളിപ്പൊക്കെ ആയിട്ട് അതും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. പിന്നെ പൂരി കഴിഞ്ഞു, അതുകൊണ്ട് തന്നെ അതിലുള്ള മസാല ഒന്ന് കഴിച്ചു നോക്കുകയാണ്. അതും പറയാതിരിക്കാൻ വയ്യ, അത് നന്നായിട്ടുണ്ടായിരുന്നു. ഇവിടെ ഈ ഒരു സ്ഥലത്ത് ഇങ്ങനൊരു സംഭവം വന്നതിൽ ഞാൻ വളരെ ഹാപ്പിയാണ്. പിന്നെ ഇതാ അമ്മുക്കുട്ടിക്കും കൊടുത്തു നോക്കുകയാണ്. അമ്മുക്കുട്ടി ഇത് ഫസ്റ്റ് ടൈമാണ് കഴിക്കുന്നത് ഈ ചാറ്റ്, അതായത് ദഹിപൂരി ഫസ്റ്റ് ടൈമാണ് കഴിക്കുന്നത്. ഇതാ അവൾക്ക് കഴിക്കാൻ പറ്റുന്നില്ല. എന്നാലും കുഴപ്പമില്ലാതെ അവൾ അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കുന്നുണ്ട്. ചാനൽ കാണുന്നവർ പ്ലീസ് സബ്സ്ക്രൈബ്, ഷെയർ ആൻഡ് ലൈക്ക്. താങ്ക് യു.